കസാമിയ ഒരുക്കുന്ന രുചിയുടെ മേളം ഇനി കരുളായിലേക്ക്. കസാമിയ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ബൈപ്പാസ് റോഡ്, കരുളായി. കരുളായിൽ കാട്ടാനയുടെ പരാക്രമം തുടരുന്നു. ഇത്തവണ ആൾതാമസമുള്ള വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വീടിനും കൃഷിയിടത്തിനും സംരക്ഷണത്തിനായി സ്വന്തം ചിലവിൽ സ്ഥാപിച്ച സോളാർ വേലി തകർത്താണ് ആന വീടിന് നേരെ പരാക്രമണം നടത്തിയത്. കോലോംതൊടിക അലവിയുടെ വീടിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അത്തിക്കാപ്പിലെത്തിയാണ് കാട്ടാന അക്രമം അഴിച്ചുവിട്ടത്. കരുളായി വനത്തിൽ നിന്നും കരിമ്പുഴ മുറിച്ചു കടന്നെത്തിയ കൊമ്പനാന കോലോംതൊടിക അലവിയുടെ വീടിന് നേരെയാണ് പരാക്രമം നടത്തിയത്. വീടിന് സമീപത്തെ പറമ്പിലുള്ള കവുങ്ങ് സോളാർ വേലിക്ക് മുകളിലൂടെ തള്ളിയിട്ടതിനാൽ ഇത് വീണ് അടുക്കളയോട് ചേർന്ന് ടാർപോളിൻ ഉപയോഗിച്ച് കെട്ടിയ ഷെഡും വേലിയും തകർന്നു. കൂടാതെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടി തകർത്തു. കിണറിനോട് ചേർന്നുണ്ടായിരുന്ന മോട്ടോറിന്റെ അനുബന്ധ സാധനങ്ങളെല്ലാം കിണറിലേക്ക് തള്ളിയിട്ടു. പുറത്തുണ്ടായിരുന്ന കസേരയും തകർത്തു. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. പുലർച്ചെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സർവീസ് വയറും മോട്ടോറിലേക്കുള്ള കണക്ഷനും പൊട്ടിക്കിടക്കുന്നത് കണ്ടത്. പിന്നീട് മെയിൻ സ്വിച്ച് ഓഫാക്കിയാണ് പുറത്തിറങ്ങിയത്. വാഹനം നശിപ്പിക്കുകയും സൗരോർജ്ജ വേലി നശിപ്പിക്കുകയും ചെയ്തതിലൂടെ വൻ നഷ്ടമാണ് അലവിക്കുണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ചയായി എന്നും ഇതുവഴി ആനകൾ വരുന്നതായി അലവി പറഞ്ഞു. ആന ഒരു 12 മണിക്ക് ശേഷമാണ് ഈ ആന വന്നിട്ടുള്ളത്. ഈ ആന വരുമ്പോൾ റോട്ടിൽ നിന്നും ആരോ ഈ ആനൻ്റെ ഇത് കണ്ടിട്ട് അവർ ഇവിടെ വരെ വന്നിരുന്നതാണ് പറയുന്നത്. 2 ആൾ വന്നിട്ട് ഇവിടേക്ക് ആന വന്നിക്കണമല്ലോ എന്ന് ഈ വീട്ടിൽ വന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ നീച്ചപ്പോത്തിന് ആന ഇവിടെ മാറി നിന്നിട്ട് ഈ ആന എന്ത് ചെയ്തു, വീണ്ടും ഇങ്ങോട്ട് കയറി വന്നു. അപ്പം മറ്റുള്ള ആനകൾ താഴെ ഉണ്ടാവും. അതിൽ ആ വലിയൊരു കൊമ്പുള്ളൊരു ആന ഉണ്ട്. ആ ആന വീണ്ടും വന്നിട്ട് ഒരു 12 മണിക്ക് ശേഷം ഈ കവുങ്ങ് നേരെ ഈ ഫെൻസിങ്ങുമ്മ കൂടെ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഈ 40-45,000 രൂപ കൊടുത്ത് വാങ്ങിയ ഈ സ്കൂട്ടി മുറിച്ചു. അതേമാതിരി മോട്ടർ ചവിട്ടി കിണറ്റിലിട്ടു. ഒരു ചെയറുണ്ടായിരുന്നു, അത് പൊട്ടിച്ചു. പിന്നെ ഈ മരത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ നശിപ്പിച്ചു. രാവിലെ നോക്കുമ്പോൾ കറണ്ടില്ല. ഇവിടെ കറണ്ട് നിലത്തൂടെ കറണ്ട് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് നല്ല കാലത്തിന് ആന ഇങ്ങോട്ട് കയറിയില്ല. കയറിയിട്ടുണ്ടെങ്കിൽ ഈ 2 ഓട്ടോറിക്ഷയും തമർക്കും ഈ വീടും ഈ പരിസരം മുഴുവൻ ആന ശരിയാക്കിയിട്ടേ പോവുകയുള്ളായിരുന്നു. ഏതായാലും ഈ നിലത്ത് കറണ്ട് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇത്രയും നഷ്ടത്തുമ്പോൾ നിന്നു. അതല്ലാന്നുണ്ടെങ്കിലോ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കൃഷി മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. ആനക്ക് പിന്നെ ഇതിൽ ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ഇതിലെ തന്നെ വരുമാണ്. കാരണം അവിടെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മണ്ണൂരത്ത് മാത്യുവിന്റെ 5 കവുങ്ങുകളും ആന നശിപ്പിച്ചിരുന്നു. വൈകുന്നേരത്തോടെ ആനകൾ പറമ്പുകളിലേക്ക് വരാറുണ്ടെങ്കിലും ഇവിടുത്തെ താമസക്കാർ സംഘം ചേർന്ന് ടോർച്ചടിച്ചും പടക്കം പൊട്ടിച്ചും ഓടിക്കും. ഈ സമയം ആനകൾ പുഴയിലെ തുരുത്തിലേക്ക് കയറി നിൽക്കും. ഇങ്ങനെ നിന്നാൽ പിന്നെ ആനകളെ കാണാനാവില്ല. നാട്ടുകാർ മടങ്ങിയാൽ തുരുത്തിൽ നിന്നും ആനകൾ വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് വരികയാണ് പതിവ്. കരിമ്പുഴ മധ്യത്തിൽ വളർന്ന ഈ കാട് വെട്ടി ഒഴിവാക്കാൻ പലകുറി അധികൃതരോട് പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഈ ഭാഗത്ത് ഒരു വാച്ചറെ നിർത്തി ആനയിറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.